ഹായ് ഗായ്സ്, ദിസ് ഈസ് യുവർ മല്ലു ഡ്രൈവർ ഫ്രം കൊച്ചി. അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ചയാണ്. ഇപ്പോൾ സമയം 10:15. കുഴപ്പമില്ല, നല്ലൊരു ദിവസമാണ്. മഴയൊക്കെയാണ്. പിന്നെന്താ, വലിയ ട്രാഫിക്കൊന്നും കാണുന്നില്ല, എന്നാലും മഴയൊക്കെ ഉണ്ട്. പിന്നെന്താ ഗായ്സ്, വേറെ വിശേഷങ്ങൾ? ചായ കുടിച്ചോ എല്ലാവരും? പിന്നെ എല്ലാവരും ചായ കുടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശോകമാണ്. എന്നാലും കുഴപ്പമില്ല. പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ. ഇരിപ്പാണ് സാധാരണ. നമ്മിങ്ങനെ ഇരിക്കാൻ സമയം കിട്ടാറില്ല, അങ്ങനെയാണ് സാധാരണ അവസ്ഥ. പക്ഷെ എന്തോ ഇരിപ്പാണെന്ന് അങ്ങനെയൊക്കെ പോകുന്നു ഗായ്സ്. പിന്നെന്താ, പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണ്. സോറി, വീഡിയോ അല്ല കേട്ടോ, സ്റ്റോറിയാണേ. അങ്ങനെ സംഭവം ലുലുമാളിൻ്റെ ആയിരുന്നു. സത്യം പറയാം കേട്ടോ, ഈ 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ പോയി കഴിയുമ്പോൾ പൊട്ടന്മാരാക്കാം കേട്ടോ. ശരിക്കും സത്യം പറയാം, നമ്മൾ പൊട്ടന്മാരാവും അവിടെ പോയി കഴിഞ്ഞാൽ. എനിക്ക് തോന്നാനുള്ള വലിയ 50% ഓഫ് എന്ന് പറയാനൊന്നുമില്ല. ചുമ്മാ ഒരു ബിസിനസ് മാർക്കറ്റിങ്ങിന് വേണ്ടി അകത്തേക്ക് വിളിച്ചു വരുത്തി നമ്മളെ എന്താ പറയുക, എന്തായാലും കയറിപ്പോയി. നമുക്കപ്പോൾ ഒന്നും വാങ്ങാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് സംഭവിക്കണം അതിൻ്റെ അകത്ത്. ഐ മീൻ, ഈ എന്താ പറയുക, ഫാഷൻ, ലുലു ഫാഷൻ, അതുപോലെ ഫുഡ് കാര്യങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, എല്ലാത്തിനും 50% ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറി ചെല്ലണം. പക്ഷെ എന്നാലും നമ്മൾ അകത്ത് കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം എല്ലാത്തിനും 50% ഓഫ് ഇല്ല. ജസ്റ്റ് ഒരു അട്രാക്റ്റീവ് ബിസിനസ് ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ബിസിനസ്സിനെ പറ്റി വലിയ അറിയുന്നില്ല, എന്നാലും പറയാണ്, ജസ്റ്റ് സ്ട്രാറ്റജി മാത്രമാണ് അകത്തേക്ക് പോകാനുള്ളത്. ഇപ്പോൾ നമ്മൾ അകത്ത് കയറിയപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക്സ് ഐറ്റംസിനൊന്നും സത്യം പറഞ്ഞാൽ ഇന്നും ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നും കൂടി അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറയാം, നമ്മൾ ഇന്ന സാധനം ഒരു അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, മൈൻഡിൽ ഇന്നൊരു സാധനം പ്രൊഡിക്റ്റ് ചെയ്ത് അകത്ത് പോയി ആ 50% വാങ്ങാം എന്ന് ചിന്തിച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ. അത് എപ്പോഴേ പറയാം. കാരണം ചില കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ ഓഫർ ഉള്ളൂ. അതാണ് സത്യാവസ്ഥ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേഷൻ തരണമെന്ന് തോന്നി നിങ്ങൾക്ക്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേ. സോ വലിയ എന്താ പറയുക, ഒരു പ്രതീക്ഷ വെച്ച അകത്തേക്ക് പോവരുത്, അത്രേ ഉള്ളൂ. ഞാൻ നല്ല പ്രതീക്ഷ വെച്ച് പോയതാണ് ഗൈസ്. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഒരു ചെറിയൊരു അറിവ് എത്തിക്കാൻ തോന്നി. ഇനിയും ചാടിപ്പിടിച്ച് പോകുന്നവരുണ്ടാവും, കാരണം ഇന്നും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണ 3 ദിവസം അവർ പറഞ്ഞിട്ടുണ്ടായുള്ളൂ, പക്ഷെ ഇന്നും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുഴപ്പമില്ല. ചില കാര്യങ്ങൾക്ക് വെറുത്താണ്, ബട്ട് ചില കാര്യങ്ങൾക്ക് വെറുത്തൊന്നല്ല. അതായത് ഇപ്പോൾ ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ഷോപ്പിങ്ങിന് പോകുന്നവർക്ക് ചിലപ്പോൾ വെറുത്തായിരിക്കും. അങ്ങനെ അത് നിങ്ങൾക്ക് അവിടെ പോയാൽ മനസ്സിലാവും. പക്ഷെ നോർമലി നമ്മൾ ഒരു ഷോപ്പിംഗ് പോലെ മൈൻഡ് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ചെറിയൊരു വിശേഷങ്ങൾ. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയെ. അങ്ങനെ പിന്നെന്താ, അങ്ങനെയാണ് ഇന്നലത്തെ പരിപാടികളായിരുന്നു. അപ്പം നിങ്ങളിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ എനിക്ക് തോന്നി, അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഇന്നലത്തെ പരിപാടികളായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ പരിപാടികൾ പറഞ്ഞു ഓൾറെഡി. സുഖമാണ്, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ രാജഗിരി, ആലുവ ഭാഗത്തേക്കാണ്, ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു, എന്താ പറയുക, ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.